ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണേ ഞങ്ങളുടെ പുറത്തൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ തൊഴിലുറപ്പിലെ ചേച്ചിമാരെയാണ്. അപ്പം അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഗുരുബാബയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ അധ്വാനിക്കുന്ന വനിതകളാണ് കേട്ടോ. അവർ 2 പുരുഷന്മാരും ഉണ്ട്. അപ്പം നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ എല്ലാവരും നല്ല പണിയില്ലാട്ടോ. നമ്മുടെ തൊഴിലുറപ്പിലെ 2 ആൺതരികളിൽ ഒരാളാണ് നമ്മുടെ സ്വന്തം ബാബുവേട്ടൻ നമ്മുടെ ഗുരുബാബയുടെ ഡിവോട്ടീസ് ആയിരുന്നു. ബാബുവേട്ടാ, നിങ്ങള് പണി എടുപ്പിക്കാണ്? ഓക്കെ. നമ്മുടെ പണ്ടത്തെ ഗുരുസ്വാമിയുടെ ഭാര്യയാണ്, പമ്പാവാസേട്ടന്റെ ഭാര്യ ഉണ്ടോ? പമ്പാവാസേട്ടൻ ചേട്ടന്റെ ചേച്ചി പേര്? എന്റെ പേര് സുശീല. ചേച്ചി നല്ല കൊത്തലാട്ടോ അവിടെ. പണി ചെയ്തോളേ. അവിടെ ഒരാൾ കൊത്തിക്കൊണ്ട്. ചേച്ചിയെ, നിങ്ങളെ പേരെന്താണ്? മിനി ചേച്ചി. മിനി ചേച്ചി, എന്നാ പണി നടക്കട്ടെ. ഇതാ സുജാതേച്ചിണ്ട്. കൊത്തിട്ട് ഇങ്ങനെ ഒരു ചെറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, മതി. എല്ലാരും പരിചയപ്പെടാ. ചേച്ചിയുടെ പേരൊന്ന് പറയോ? ഇങ്ങോട്ട് തിരിഞ്ഞോളേ. അനിതേച്ചി. എല്ലാരും നല്ല ഹാർഡ് വർക്കാട്ടോ. അവിടെ ഒരാളിതാ ഈ കാടൊക്കെ കൊത്തി വൃത്തിയാക്കി ഇടുകയാണ്. ചേച്ചി, നിങ്ങളുടെ പേരൊന്ന് പറയും? തങ്ക. അങ്ങോട്ട് നോക്കിക്കളി, ഒന്ന് ചിരിച്ചോളി. ഓക്കെ. പണിയുടെ ഇടയിൽ ശല്യായോ? ചേച്ചിയുടെ പേരെന്താ? അജിത. ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് തന്നെയല്ലേ വീട്? നമ്മുടെ സ്വന്തം ഗിരിചേച്ചിയാണ്. നമ്മുടെ ലക്ഷം വീട്ടിലത്തെ ഗിരിചേച്ചിയാണ്. കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ട് പണിയെടുക്കണേ. ഡ്രസ്സൊക്കെ കൊത്തിക്കോളി. വസന്തേച്ചി ഇതാ. അതന്നെ, അങ്ങനെ വേണം. മതി. താങ്ക് യു. ഇതെന്റെ സ്വന്തം വല്യമ്മയാണ്. പണ്ടത്തെ മാറ്റായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ വർക്കിൽ തന്നെ ഉണ്ട്, സജീവായിട്ടുണ്ട്. കാട് വെട്ടല്ലേ ഇവിടെ, പുഴയുടെ തീരത്തുള്ള കാടൊക്കെ വെട്ടിട്ട് നല്ല വർക്കാണ് ഇവര് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മളെ രമണി ചേച്ചിനെ കാണാട്ടാ. രമണി ചേച്ചിയെ ഫുഡൊക്കെ കഴിച്ചാ? ഒരു ഹായ് പറയും. അത് മതി. അതാണ് കേക്കണ്ടത്. നല്ല എനർജറ്റിക് ആയിട്ടാണ് എല്ലാവരും. മതി. ഇപ്പൊ ബാബുട്ട് ഇവിടെ ചെറിയൊരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെട്ടിമല്ലിയൊക്കെ വെച്ചിട്ടാണ്. പിന്നെ എന്താ മഞ്ഞളാണത്? അതെ. ഇപ്പൊ ചെറിയൊരു തോട്ടാണ്. ഞങ്ങളിവിടെ പുഴയുടെ തീരത്താണ് കേട്ടോ. അപ്പുറത്ത് പൊന്നാനിയാണ്. അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? അതെ. യൂട്യൂബിലൊക്കെ വരും. സോനൂസ് വ്ലോഗ് കൊടുവായൂർ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഫോൺ ഉണ്ടാകും കേട്ടാ. ഇപ്പൊ വരാം. ഇപ്പൊ ഇവിടെ ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ മേജർ ചെറുനീലി അമ്മായി. എൻ്റെ അച്ഛമ്മയുടെ പ്രായമുള്ള ആളാണ്. ഇപ്പോഴും നല്ല ആക്റ്റീവായി പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ ഇവിടെ മുറുക്കാൻ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ കൈക്കോട്ട് ഇതവിടെ ഉണ്ട്. ആളിവിടെ റെസ്റ്റിലാണ്. ഇതുവരെ കൈക്കോട്ട് കളിച്ചും കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും നല്ല ചെറുപ്പക്കാരൊക്കെയായി നന്നായിട്ട് പണി ചെയ്യുന്ന ആളാണ്. ഒരു ഹായ് പറയേ. അത് മതി. ഇതാ അടുത്ത് നമ്മളെ കൗസല്യേച്ചിയാണ്. കൗസല്യേച്ചി കൊത്തണില്ലേ? കുത്തിക്കോളി. ചേച്ചി, നിങ്ങളെ പേരെന്താ? വിശാല മനസ്കയായിക്കൊണ്ട് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയാണ് ലാലുവിന്റെ അമ്മക്ക് കൊത്തല് കഴിഞ്ഞൊന്ന് നടു നീർത്ത് നിക്കാണ്. ചേച്ചിയുടെ പേരെന്താ? രമ. ഇവിടെ തന്നെ പുറത്തൊരു ഒരു ഹായ് പറയോ? അത് മതി. അങ്ങനെയാണ് നിറഞ്ഞ പുഞ്ചിരിയുമായി. ഉഷ ചേച്ചിയെ, പണിയൊക്കെ എങ്ങനെയുണ്ട്? തൊഴിലുറപ്പിന് വരുമ്പോ ഒരു മാനസികമായൊരു സന്തോഷല്ലേ? ചേച്ചിയുടെ പേരെന്താ? ഇങ്ങോട്ട് നോക്കുന്നു, ചിരിച്ചോളി. ഒരു ഹായ് പറയോ? മതി.
ദൈവം. ആ ഇത് എൻ്റെ അച്ഛമ്മേട്ടാ, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കണം. ഈ പ്രായത്തിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ചെറുപ്പക്കാരികളുടെ പോലെ സർക്കാർ ഉദ്യോഗസ്ഥരായ മക്കളുണ്ടെങ്കിലും ആള് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നുള്ള ഒരു തൻ്റെ ഇടത്തോടെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ സരോജിനി ചേച്ചി കേട്ടോ, അത് ആള് നല്ല ആക്റ്റീവാണ്. വയസ്സായാലും ആള് നല്ല ആക്റ്റീവായി പണി ചെയ്യാൻ. എൻ്റെ കൂടെ പഠിച്ച രാമേന്ദ്രൻ്റെ ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ അമ്മയാണ്, നമ്മുടെ ശ്രീദേവി കുട്ടിയുടെ അമ്മയുണ്ടോ. അത് കൈക്കോട്ടിട്ട് നിൽക്കുക, ഇനി കൊത്തിക്കോളി. ചേച്ചിയുടെ പേരെന്താ? ഓക്കെ, എടുക്കണ. ഇതെൻ്റെ കൂടെ പഠിച്ച മിനിയുടെ അമ്മേട്ടാ, നമ്മുടെ മിനിക്കുട്ടിയുടെ അമ്മയാണ്, ലക്ഷ്മി ചേച്ചിയാണ്. നിങ്ങൾ കൊത്തണില്ലേ? ഇവിടെ ഇരിക്കലന്നല്ലേ പണി. അമ്മ ഒരു ഹായ് പറയേ. ഇങ്ങനെ നമ്മുടെ രാധ ചേച്ചി ഉണ്ട്, വീഡിയോയ്ക്ക് റെഡി ആയിട്ട് നിൽക്കട്ടോ. പണി കഴിയാറായാ? ഏകദേശം 5 മണിയാകുമ്പോ പോവാ വീട്ടിലേക്ക്. അതെ, ചായ ഉണ്ടാവും അതിന്റെ ഇടയില്? ഇല്ലല്ലേ? ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? ശ്രീദേവി. ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? ഓക്കെ. പണിയെടുത്തോളേ. ചോറുണ്ടിട്ട് വന്നിട്ടാവൂല്ലേ? കൊണ്ടുവരില്ലേ? ഇതാ നമ്മുടെ ഗോപാലകൃഷ്ണേട്ടനാട്ടോ അത്. അപ്പോൾ ഇവിടുത്തെ ഉള്ള ഈ തൊഴിലുറപ്പിലെ 2 ആൺതരികളാണിത്. ഇവരാണ് ഇതിന് മെയിൻ നെടുന്തൂണായിട്ട് നിൽക്കുന്നത്. പണി കഴിയാറായോ? ഓക്കെ. നമ്മുടെ ചാനലിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം അനിതേച്ചിയാണ്, ഞങ്ങളുടെ അയൽവാസിയാണ്. അനിതേച്ചി അങ്ങോട്ട് മുഖം ഒന്ന് കാണിക്കേ. മാവിൻ്റെ ഇടയിൽ നിൽക്കണ എന്നെ കാണുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം നാട്ടുകാരെ എല്ലാം പരിചയം പുതുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം നന്ദി, വീണ്ടും കാണാം.